വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇനി പഴങ്കഥയാണ്. പതിറ്റാണ്ടുകളോളം കെട്ടിക്കിടക്കുന്ന മാലിന്യം ബയോമൈനിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത്. ഒന്നും രണ്ടുമല്ല 1,00,000 ടൺ മാലിന്യം ഇത്തരത്തിൽ നീക്കം ചെയ്യും. ലോക ബാങ്കിന്റെ സഹായത്തോടെയാണ് ബയോമൈനിങ് നടത്തുന്നത്. കേരളത്തിൽ 19 മാലിന്യ കുനകൾ ഇതിനകം നീക്കം ചെയ്തു എന്ന് മാത്രമല്ല ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാനും കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആണ് ഈ മാറ്റത്തിന് നിദാനമായിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ഇതുപോലെ ഡംപ് സൈറ്റുകൾ ആദ്യം റെമഡിയേറ്റ് ചെയ്യണം. ഇത് റെമഡിയേറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന ഭൂമിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നമ്മൾ നടപ്പിലാക്കുന്നത്. നഗരസഭ സർക്കാരോട് ചൂണ്ടിക്കാട്ടുകയും ഇത്തരത്തിൽ ബയോമൈനിങ്ങിന് വേൾഡ് ബാങ്ക് ഫണ്ടിൽ പദ്ധതി വെക്കാൻ വേണ്ടി സർക്കാർ അനുവാദം തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വെച്ചു. ബയോമൈനിങ്ങിന് 16 കോടി രൂപ അനുവദിച്ചു കിട്ടുകയും കെട്ടിക്കിടക്കുന്ന മാലിന്യം യന്ത്രസഹായത്തോടെ വേർതിരിച്ചാണ് നീക്കുന്നത്. പുനരുപയോഗിക്കാൻ കഴിയാവുന്ന മാലിന്യങ്ങൾ അങ്ങനെയും, അല്ലാത്തവ സിമന്റ് കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ധനമായും കൈമാറും. ഈ മാസത്തിനുള്ളിൽ മാലിന്യം പൂർണ്ണമായും നീക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.